ടോപ്പ് ഹെഡ്ലൈൻസിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ സ്വമേധയാ കേസെടുത്ത ക്രൈംബ്രാഞ്ച്. പെൺകുട്ടികളെ ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്തി. ആരോപണങ്ങളിൽ പരാതി നൽകുന്നവർക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വഴിവിട്ടുള്ള ന്യായീകരണം പാടില്ലാത്തത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ധാർമ്മികതയ്ക്ക് കളങ്കമേറ്റെന്നും മുഖ്യമന്ത്രി. നമ്മുടെ സമൂഹത്തില് പൊതുപ്രവർത്തകർക്ക് പൊതുവെ ഉണ്ടായിരുന്ന ഒരു പൊതു അംഗീകാരമുണ്ട്. അതിന് അപവാദം വരുത്തി വെക്കുന്ന ചില കാര്യങ്ങൾ ചില ഘട്ടത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് ഉണ്ടായിക്കൂടാത്തതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വഴിവിട്ട് ന്യായീകരിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തങ്ങളെ പഠിപ്പിക്കാൻ വരും മുൻപ് മുഖ്യമന്ത്രി കണ്ണാടി നോക്കണം. ലൈംഗികാരോപണങ്ങളിൽ ഉൾപ്പെട്ടവരും പീഡന കേസിൽ പ്രതിയായവരും മന്ത്രിസഭയിലുണ്ട്. ആരോപണ വിധേയരെ ഇത്രത്തോളം സംരക്ഷിച്ച മറ്റൊരു നേതാവില്ലെന്നും VD സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച വടകരയിൽ ഷാഫി പറമ്പിൽ MP-യുടെ വാഹനം DYFI പ്രവർത്തകർ തടഞ്ഞു. പോലീസ് തടഞ്ഞിട്ടും വാഹനത്തിൽ നിന്നിറങ്ങി ഷാഫി പറമ്പിൽ DYFI-ക്കാരുമായി വാക്കേറ്റം നടത്തി. വടകരയങ്ങാടിയിൽ നിന്ന് പേടിച്ചോടില്ലെന്ന് MP മടങ്ങിയത് റോഡിലൂടെ പ്രവർത്തകർക്കൊപ്പം നടന്ന ശേഷം. സമരം ചെയ്യേണ്ടവർ ചെയ്യാം, അതിന്റെ അവകാശങ്ങൾ എല്ലാവരും മാനിക്കുന്നു. പക്ഷെ വേണ്ടാത്ത വർത്താനം വന്ന് നായപട്ടിന്നൊക്കെ വിളിച്ചാൽ കേട്ടു പോകുന്നവരാണ് വിചാരിക്കണ്ട. അങ്ങനെ വടകര അങ്ങാടി ആരും പേടിച്ചു പോകാനും ഉദ്ദേശിക്കുന്നില്ല, ഇവിടെ തന്നെ കാണും. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ പീഡിപ്പിച്ചതായി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് പരാതി നൽകി യുവതി. പ്രധാന നേതാക്കൾക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന ആരോപണം. പരാതി വ്യാജമെന്നും പിന്നിൽ സ്വത്ത് തർക്കമെന്നും C. കൃഷ്ണകുമാർ. ഇതാണ് VD സതീശൻ പറഞ്ഞ ബോംബെങ്കിൽ അത് വ്യാജ ബോംബെന്നും കൃഷ്ണകുമാർ. പ്രതിപക്ഷ നേതാവ് സന്ദീപ് വാര്യരൊക്കെ എന്തോ പൊട്ടിക്കും തേങ്ങ ഉടയ്ക്കുന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്തോ ഒരു ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോകണമെന്നാണ് വിചാരിച്ചു. ഇതൊക്കെ 2015 20 പൊട്ടിച്ച് പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമാണ്. C. കൃഷ്ണകുമാർ കേരള ബ്രിജ്ഭൂഷൺ എന്ന കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. കഴിഞ്ഞ ഏപ്രിലിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃഷ്ണകുമാറിനെതിരായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. പരാതിയെക്കുറിച്ച് BJP നേതാക്കളായ ശോഭ സുരേന്ദ്രനും MT രമേശിനും അറിയാമെന്നും സന്ദീപ് വാര്യർ. ഭൂപതിവ് ഭേദഗതി ചട്ടത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം. പതിച്ചു നൽകിയ ഭൂമി ഇനി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ജീവനോപാധിക്ക് വേണ്ടിയുള്ള ഭൂവിനിയോഗം അനുവദിക്കും. മലയോര ജനതയോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയ്ക്ക് അടിവരയിടുന്ന ഇടപെടലെന്ന് മുഖ്യമന്ത്രി. അനക്കാംപോയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം 30-ന് നടക്കും. സംസ്ഥാനം നേടിയ വികസന കുതിപ്പുകൾക്ക് പുതിയൊരു അധ്യായം കൂടിയെന്നും മുഖ്യമന്ത്രി. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. ഇന്ന് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പു കേസിൽ പ്രതിയായ അഖിൽ C. വർഗീസ് പിടിയിൽ. അഖിലിനെ വിജിലൻസ് പിടികൂടിയത് കൊല്ലത്ത് നിന്ന് വ്യാജരേഖകൾ ഉണ്ടാക്കി തട്ടിയെടുത്തത് 2.5 കോടിയോളം. 1 വർഷത്തോളമായി ഒളിവിലായിരുന്നു പ്രതി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP അജിത് കുമാറിന് ആശ്വാസം. ക്ലീൻ ചീറ്റ് റദ്ദാക്കിയ വിജിലൻസ് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. വിജിലൻസ് കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം തടഞ്ഞു. വിജിലൻസ് അന്വേഷണം പ്രഹസനമെന്ന് ഹൈക്കോടതി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ അധിക ഇറക്കുമതി തീരുവ പ്രാബല്യത്തിൽ. ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുക 50% അധിക തീരുവ. കയറ്റുമതി മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാകും. ട്രംപിന്റെ ഫോൺ എടുക്കാൻ വിസമ്മതിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
ഇടുക്കി മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വൈദ്യുതി ലഭിക്കാൻ ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടൽ. വൈദ്യുതി ലഭിക്കുന്നതിനായി പഞ്ചായത്ത്